കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴയ്ക്ക് പിന്നിൽ മുൻ എസ്എഫ്ഐക്കാരനെന്ന ആരോപണം തെളിവുകൾ സഹിതം CPIM നേതൃത്വത്തിന് പരാതി നൽകി. വിധികർത്താക്കളെ മുൻ നേതാവ് സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും കൂട്ടുനിന്നാൽ 5 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുവെന്നുമാണ് പരാതി. ഹരികൃഷ്ണൻ നൽകും തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിശദാംശങ്ങൾ. ഹരി, വിവരങ്ങൾ പറയൂ. പ്രജനി, കേരള സർവകലാശാല കലോത്സവം അതിലെ കോഴ ആരോപണം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചതാണ്. അത് നമുക്കറിയാം, ഇത്തരത്തിൽ ഒരു വിധികർത്താവിൻ്റെ മരണത്തിലേക്ക് വരെ ഇത്തരം കാര്യങ്ങളെത്തി. ഇപ്പോൾ അതൊരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തി തന്നെ വേണം പറയാൻ. അതായത് ഈ കോഴയ്ക്ക് പിന്നിൽ സർവകലാശാല കലോത്സവത്തിലെ ഈ കോഴയ്ക്ക് പിന്നിൽ ഈ ഒരു മുൻ SFI ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ, അത്തരം കാര്യങ്ങൾ ഈ SFIയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു മുൻ ജില്ലാ കമ്മിറ്റി അംഗം തനിക്ക് താല്പര്യമുള്ള ഒരു ജഡ്ജിംഗ് പാനൽ ഈ കലോത്സവത്തിൻ്റെ ഇത്തരത്തിൽ ചില മത്സര ഇനങ്ങളിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അത് അംഗീകരിക്കാത്ത ഈ SFI കേന്ദ്ര കമ്മിറ്റി അംഗം അത് നിരസിക്കുകയും ചെയ്യുന്നു. അതിന് കൂട്ടുനിന്നാൽ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് ഇത്തരത്തിൽ 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. തനിക്ക് ആവശ്യമുള്ള ഒരു ജഡ്ജിംഗ് പാനൽ അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് ഒരു അന്വേഷണമാണ് SFIയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തെളിവുകൾ ഉൾപ്പെടെ, അതായത് ഈ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവ, ഈ തെളിവുകൾ ഉൾപ്പെടെ CPM സംസ്ഥാന സെക്രട്ടറിക്ക് MV ഗോവിന്ദന് ഈ കേന്ദ്ര കമ്മിറ്റി അംഗം പരാതി നൽകിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്താനാണ് SFIയുടെ നീക്കം. പോലീസിനെ അടക്കം സമീപിക്കാനും ഈ SFIക്ക് നീക്കമുണ്ട്. പ്രജി.